ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ മാളുവിനെ രക്ഷിക്കാനായി ഗംഗ കിണറ്റിലേക്ക് ഇറങ്ങുന്നുണ്ട്. ഗംഗ കിണറ്റിനുള്ളിൽ ചെല്ലുമ്പോൾ മാളുവിനെ കാണുന്നുണ്ട്. ഗംഗയും മാളുവിനെ ചേർത്ത് കയർ കെട്ടുന്നു. അതിനുശേഷം മുകളിലുള്ളവരോട് കയറ് വലിക്കാനെന്ന് പറയുന്നുണ്ട്. ഗംഗ മാളുവുമായിട്ട് മുകളിലേക്ക് വരുന്നു. എല്ലാവർക്കും മാളുവിനെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു. മഹിയും ഗംഗയും എല്ലാവരും മാളുവിനെ വിളിക്കുന്നുണ്ട്. പക്ഷെ മാളു എഴുന്നേക്കുന്നില്ല. മാളുവിന്റെ ബോധം പോയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഗംഗ നിൽക്കുന്ന ഭാഗത്താണെങ്കിൽ മണ്ണിടിച്ചിലുണ്ടാകുന്നുണ്ട്. ഗംഗയാണെങ്കിൽ കിണറ്റിനുള്ളിലേക്ക് പോവുകയാണ്. ഗംഗയാണെങ്കിൽ മഹിയേട്ട രക്ഷിക്കെന്നൊക്കെ പറഞ്ഞ് താഴേക്ക് പോകുന്നുണ്ട്. ഒരു പള്ളിയിൽ പിടിച്ചു കിടക്കുന്നുണ്ട്. മഹി മാളുവിനെ ദേവയാനിയമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. ദേവയാനിയമ്മയും രാഹുലും മാളുവിനെ എടുത്തുകൊണ്ട് ആംബുലൻസിന്റെ അടുത്തേക്ക് ഓടിപ്പോകുന്നു. മാളുവിനെ ആംബുലൻസിൽ വെച്ച് ഡോക്ടറും സിസ്റ്ററും ഒക്കെ നോക്കുന്നുണ്ട്. അതേസമയം മഹിയാണെങ്കിൽ ഞാൻ ഗംഗയെ രക്ഷിക്കാൻ ഇറങ്ങുകയാണെന്നും പറഞ്ഞ് ഇറങ്ങുന്നു. ഗംഗയുടെ കൈ വള്ളിയിൽ നിന്നും വിട്ട് താഴെ വെള്ളത്തിലേക്ക് വീഴുന്നുണ്ട്. ഗംഗയാണെങ്കിൽ മഹിയേട്ട രക്ഷിക്കെന്നും പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട്. അടുത്ത് തന്നെ പാമ്പും ഉണ്ടായിരുന്നു. മഹിയാണെങ്കിൽ താഴെ ഇറങ്ങി ചെന്ന് ഗംഗയെ രക്ഷിക്കുന്നുണ്ട്. ഗംഗയെ കയറ് വെച്ച് കെട്ടി മുകളിലേക്ക് തൂക്കിക്കൊണ്ടുവരുന്നുണ്ട്. ഗംഗ മുകളിലേക്ക് വരുമ്പോൾ ഗംഗയുടെയും ബോധം പോകുന്നുണ്ട്. ഉടനെ തന്നെ മഹിയാണെങ്കിൽ ഗംഗയെ കോരിയെടുത്തുകൊണ്ട് ആംബുലൻസിലേക്ക് കയറ്റുന്നു. മഹി ദേവയാനിയമ്മയോടും എല്ലാവരോടും പറയുന്നുണ്ട്, നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വന്നേക്ക്, ഞങ്ങൾ ആംബുലൻസിൽ പൊക്കോളാമെന്നൊക്കെ പറയുന്നു. ശേഷം കാണിക്കുന്നത് ഹോസ്പിറ്റലിലാണ്. ഹോസ്പിറ്റലിലാണെങ്കിൽ ഡോക്ടർ വന്ന് രണ്ടുപേരെയും പരിശോധിക്കുന്നുണ്ട്. ഡോക്ടർ പറയുന്നുണ്ട്, മാള് കുറച്ചു നേരം കൂടി ഉറങ്ങട്ടെ, റെസ്റ്റ് എടുക്കട്ടെ, അതിനുശേഷം എഴുന്നേറ്റില്ലെങ്കിൽ പിന്നെ പരിശോധിക്കാമെന്നൊക്കെ പറയുന്നു. ഗംഗയും മയങ്ങിക്കിടക്കുകയായിരുന്നു. ആ സമയത്ത് ശ്രേയാണെങ്കിൽ ഹൈമാവതിയോട് പറയുന്നുണ്ട്, ഇവൾ കണ്ണ് തുറക്കാതിരുന്നാൽ നന്നായിരുന്നു എന്നൊക്കെ. പക്ഷെ ശ്രേയ പറഞ്ഞു തീരും മുമ്പേ ഗംഗയാണെങ്കിൽ കണ്ണ് തുറക്കുന്നുണ്ട്. മഹിയേട്ടനോട് ചോദിക്കുന്നുണ്ട് മാളൂന് എങ്ങനെയുണ്ടെന്നൊക്കെ. ഗംഗ കണ്ണ് തുറന്നത് കണ്ടിട്ട് ശ്രേയയ്ക്ക് ഒട്ടും സഹിക്കുന്നില്ല. കുറച്ചു കഴിഞ്ഞിട്ട് മാളു കണ്ണ് തുറക്കാത്തത് കൊണ്ട് എല്ലാവരും മാളുവിനെ വിളിക്കുകയാണ്. ശ്രേയയും ഹൈമാവതിയും ദേവയാനിയും എല്ലാം മാളുവിനെ വിളിക്കുന്നുണ്ട്. മാളു എഴുന്നേക്കുന്നില്ല. മഹിയും വിളിച്ചു നോക്കുന്നുണ്ട്. അപ്പോഴും മാളു എഴുന്നേക്കുന്നില്ല. ഡോക്ടർ അപ്പോൾ വരുന്നുണ്ട്. ഡോക്ടറിനോട് പറയുന്നുണ്ട് കുഞ്ഞ് കണ്ണ് തുറക്കുന്നില്ല എന്നൊക്കെ. ഡോക്ടർ അപ്പോൾ പറയുന്നുണ്ട് മാളുവിനെ ഐസിയുലേക്ക് ഷിഫ്റ്റ് ചെയ്യണം, വിശദമായിട്ട് പരിശോധിക്കണമെന്നൊക്കെ പറയുന്നു. അത് കേൾക്കുമ്പോൾ ശ്രേയൻ രാഹുലും വഴക്കുണ്ടാക്കുകയാണ്. ഇത്രയും നേരമായിട്ട് ഇപ്പോഴാണോ നിങ്ങൾ വിശദമായിട്ട് പരിശോധിക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അതുവരെ ഉറങ്ങിക്കിടന്ന ഗംഗയാണെങ്കിൽ എഴുന്നേക്കുന്നുണ്ട്. ഗംഗയാണെങ്കിൽ ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്നൊക്കെ. മഹി അപ്പോൾ പറയുന്നുണ്ട് മാളു കണ്ണു തുറക്കുന്നില്ല എന്ന്. അത് കേൾക്കുമ്പോൾ ഗംഗയ്ക്ക് സങ്കടമാകുന്നു. ഗംഗ ഉടനെ തന്നെ എഴുന്നേറ്റാണെങ്കിൽ മാളുവിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഗംഗ മാളുവിനെ വിളിക്കുന്നുണ്ട്. ഒരുപാട് തവണ വിളിച്ചിട്ട് മാളു എഴുന്നേക്കുന്നില്ല. ഗംഗ അപ്പോൾ കരയുന്നുണ്ട്. ശ്രീ പരമശിവനെയും വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് പരമശിവന്റെ അനുഗ്രഹം കൊണ്ട് മാളു കണ്ണു തുറക്കുന്നു. മാളു ഗംഗയെന്ന് വിളിക്കുന്നുണ്ട്. ഗംഗയ്ക്ക് അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു. മാളുവിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നുണ്ട്. മാളുവും തിരിച്ചുമ്മ കൊടുക്കുന്നു. ഡോക്ടർ അപ്പോൾ പറയുന്നുണ്ട് കുഞ്ഞ് കണ്ണ് തുറന്നല്ലോ, ഇനി പേടിക്കണ്ട എന്നൊക്കെ പറയുന്നു. ഗംഗ വിളിച്ചിട്ട് കണ്ണ് തുറന്നതിൽ ശ്രേയയ്ക്കും ഹൈമാവതിക്കും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. ശേഷം കാണിക്കുന്നത് ഹോസ്പിറ്റലിലേക്കാണെങ്കിൽ ഗോകുലും ഗൗരിയുടെ അമ്മയും വരുന്നുണ്ട്. രണ്ടുപേരും വന്ന് പ്രശ്നമുണ്ടാക്കുകയാണ്. നീ എന്റെ മകളെ കൊന്നതുപോലെ എന്റെ കുഞ്ഞിനെ കൊല്ലാൻ പോവുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് മഹിയോട് വഴക്കുണ്ടാക്കുന്നു. ഗംഗ അപ്പോൾ പറയുന്നുണ്ട് ഞങ്ങളുടെ മോളെ നന്നായിട്ടാണ് നോക്കുന്നതെന്നൊക്കെ. ഗൗരിയുടെ അമ്മ അപ്പോൾ പറയുന്നുണ്ട് നീ നന്നായിട്ട് നോക്കിയിട്ടാണല്ലോ എന്റെ കുഞ്ഞിന് ഈ അവസ്ഥ ഉണ്ടായത്, നിങ്ങൾക്ക് എന്തായാലും ഒരു കുഞ്ഞുണ്ടാകുമല്ലോ, അപ്പൊ പിന്നെ ഇതിനെ എന്തിനാണെന്നൊക്കെ ചോദിക്കുന്നു. ഗംഗയോട് പറയുന്നുണ്ട് നീ വലിയ മിടുക്കിയാണെന്നൊക്കെ അറിയാം. ഓൾറെഡി വിവാഹ നിശ്ചയം കഴിഞ്ഞ ആളെ കൊണ്ട് തന്നെ നീ നിന്റെ കഴുത്തിൽ താലി കെട്ടിച്ചിട്ടുണ്ടെങ്കിൽ നീ മിടുക്കി തന്നെയാണെന്നൊക്കെ പറയുന്നു. ഗൗരിയുടെ അമ്മ അങ്ങനെ പറയുന്നത് കേട്ടിട്ട് ഹൈമാവതിക്കും ശ്രേയയ്ക്കും ഒരുപാട് സന്തോഷമാകുന്നു. രാഹുൽ അപ്പോൾ പറയുന്നുണ്ട് ഇത് ഹോസ്പിറ്റലിലാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെയല്ല സംസാരിക്കുന്നതെന്നൊക്കെ പറയുന്നു. ഗൗരിയുടെ അമ്മ പറയുന്നുണ്ട് എന്റെ മകളെ കൊന്നുകളയാൻ ഞാൻ സമ്മതിക്കത്തില്ല, അവളെ എങ്ങനെ രക്ഷിക്കണമെന്ന് എനിക്കറിയാമെന്നൊക്കെ പറയുന്നു. സംസാരിക്കുന്നതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് മാളുവും കിടക്കുന്നുണ്ടായിരുന്നു. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്